ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ സാമ്പത്തിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ പേർക്കും പാർപ്പിടം നൽകുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 36,31,50,90,99 രൂപ വരവും 32,99,23,834 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന 2025-26 വർഷത്തേക്കുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT വിനോദ് അവതരിപ്പിച്ചത്. വയോജനങ്ങളുടെ ക്ഷേമം, അഗതി സംരക്ഷണം, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, തെരുവ് വിളക്ക് സ്ഥാപിക്കൽ പരിപാലനം, വനിതകൾക്കായുള്ള തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അംഗനവാടികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പഞ്ചായത്ത് സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിനും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. കാർഷിക മേഖലയിലെ സമഗ്ര പുരോഗതിക്കും പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ബജറ്റ് ലക്ഷ്യമിടുന്നു. പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെയും നവീകരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതികളുടെ പരിപാലനത്തിനും ബജറ്റ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇങ്ങനെ മികവ് കാണിച്ച പല മേഖലയിൽ മികവ് കാണിച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലേക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നൽകുന്ന പഞ്ചായത്ത് എന്ന പട്ടികയിലേക്ക് നാം തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് നമ്മളെല്ലാം ഒന്നിച്ചു നിന്നു എന്നുള്ളതും നമ്മളോടൊപ്പം കക്കോടിയിലെ ജനങ്ങൾ, വിവിധ തരത്തിലുള്ളവർ, വളണ്ടിയർമാർ, ഉദ്യോഗസ്ഥരും ആസൂത്രണ പ്രവർത്തകരും, നമ്മുടെ ആസൂത്രണ സമിതി ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനങ്ങളിലെ ഘടക സ്ഥാപനങ്ങളുടെ സപ്പോർട്ടിംഗ് കമ്മിറ്റി, വികസന സമിതികൾ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത്, സ്കൂൾ PTA-കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. സെക്രട്ടറി R നിഷാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ താഴത്തയിൽ ജുമൈലത്ത്, മല്ലിക പുനത്തിൽ, കൈതമോളി മോഹൻ, ഭരണസമിതി അംഗങ്ങളായ EN ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് ശിവാനന്ദൻ, വളപ്പിൽ രാജൻ, KT സാഹിദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കക്കോടി. വനിതാ ദിനത്തിൽ മാതൃകാ അധ്യാപികയ്ക്ക് ആദരം.